ഹായ് എല്ലാവരോടും ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒളവപ്പാറാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് ഒളവപ്പാറ. നമ്മളെ കക്കോടി എന്ന സ്ഥലമുണ്ട്. കക്കോടിയിൽ നിന്നും ചെറുകുളം ചിലപ്പുറം പോണ വഴിക്കാണ്. ചെറുകുളം സ്ട്രെയിറ്റ് ആണ്, അവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. ചിലപ്പുറത്തിനടുത്തായിട്ടാണ് ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത്. അവിടെ നിന്ന് നല്ല കായലാണ്, കായൽ അന്തരീക്ഷമാണ്. ബോട്ട് സർവീസാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരുപാട് ബോട്ടുകൾ സർവീസ് നടത്തുന്നുണ്ട്. അവിടെ ഡേയും നൈറ്റിലില്ല, 6 o'clock വരുള്ളൂ. പിന്നെ അവിടുന്ന് ഫംഗ്ഷനൊക്കെ ചെയ്യാം, ബർത്ത്ഡേ അങ്ങനത്തെ ഫംഗ്ഷനൊക്കെ രാത്രി ചെയ്യാം. അവിടെ അലൗഡ് ഉണ്ട്. പക്ഷേ ബോട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, റൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളിപ്പോൾ കാണുന്ന നേരെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇത് ഒരു കോറിയാണ്, കരിങ്കല്ലൊക്കെ എടുത്തുള്ള കോറി. അവിടെ കുറേ കാലങ്ങളായിട്ട് കരിങ്കല്ല് പൊട്ടിച്ചുള്ള കോറിയാണ്. അവിടെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ അവിടുന്ന് കുളിക്കാറുണ്ട്, വലിയ സീനൊന്നുമില്ല. നമ്മളവിടെ പോയിട്ട് ചിലപ്പം പെടും. നല്ല ആഴുണ്ട്, ഏകദേശം നല്ല ആഴാണ്. അവിടെ തന്നെ നല്ല ആംബിയൻസ് ആണ്. അവിടെ നമ്മളവിടെ തൊട്ടടുത്തുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ്, ഒരു ബോട്ടിങ്ങിൻ്റെ അവരെ തന്നെ പാർക്കിംഗ്. അവിടെ കാണുന്നതാണ് ഇതൊക്കെ. അത്യാവശ്യം നല്ല രസമുണ്ട് കാണാം. അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഫുള്ള് വെള്ളമുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉണ്ട്. ഇതാ മക്കളൊക്കെ അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പക്ഷേ നല്ല വെള്ളമാണ്, കാണാൻ രസമൊക്കെ ഉണ്ട്. പിന്നെ നമ്മളൊന്ന് പോസ്റ്റ് ചെയ്ത് ചുമ്മാ കിടക്കട്ടെ വിചാരിച്ച് ഒരു പോസ്റ്റിങ് അങ്ങനെ പോസ്റ്റ് ചെയ്ത് കുറച്ച് കഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത്. കോറീൻ്റെ കഥകളൊക്കെ ഭാര്യയോട് കുറച്ച് 2 വിടലൊക്കെ വിട്ട്. ഫസ്റ്റത്തേതാണ് ബോട്ടിങ്ങിൻ്റെതാണ്. ഇവർ സർവീസ് ചെയ്യുന്നുണ്ട്, വലിയ മോശമില്ലാത്ത സർവീസിങ് ആണ്. ഇവർ പെർ ഹെഡ് 100 രൂപ വരുന്നത് കുറച്ച് ആളുകളുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് നമുക്കൊരു ബോട്ട് ആ ഒരു കുറച്ച് സമയത്തേക്ക് ബുക്ക് ചെയ്യാം. പിന്നെ ഫംഗ്ഷനൊക്കെ ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊന്നും ഒരു ചാർജ് ഈടാക്കുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ലതാ, ഒരു പാട്ടും ഒക്കെ വെച്ച് തരും. വലിയ സീനുകളൊന്നുമില്ല. അത്യാവശ്യം 10-15 ആളുകൾക്ക് സുഖമായിട്ട് പോവാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് ഒരുമിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോവാം. അല്ലെങ്കിൽ വേറെ കുറച്ച് ആളുകളുണ്ട്, അവരെ കൂടെ ആയിട്ടും ട്രാവൽ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അവർ ഫുഡൊക്കെ പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്ത് തരും കേട്ടോ. ഫുഡൊക്കെ അവർ പ്രിപ്പയർ ചെയ്ത് തരും നമുക്ക് വേണമെങ്കിൽ. അതിന് എക്സ്ട്രാ ചാർജ് ആവും. പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരു സ്നാക്സിൻ്റെ ഷോപ്പുണ്ട്, അവിടെ നേരെ ഫ്രണ്ടിൽ തന്നെ. അവിടെ ചേച്ചിയുടെ നല്ല ചായയും സ്നാക്സൊക്കെ കഴിക്കാൻ വേണമെങ്കിൽ അത്യാവശ്യം ചെറിയ പൈസ വരുന്നുള്ളൂ. അവിടെ സാധാരണ കുഴപ്പമൊന്നുമില്ല, നല്ല സ്നാക്സൊക്കെ അവിടെ കിട്ടുന്ന. അതുപോലെ തന്നെ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് പോകാം. പിന്നെ കുറച്ച് മുന്നോട്ട് പോയിക്കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബോട്ടിൻ്റെ ജെട്ടികളുണ്ട്. ഇതും അതുപോലെ തന്നെ നേരത്തെ കോറിയില്ലേ നമ്മൾ കരിങ്കല്ല് എടുത്ത് അതുപോലത്തെ വെള്ളം നിൽക്കുന്നത്. ഇവിടുത്തെ ആളുകൾക്ക് ഇവിടെ കുളിക്കട്ടോ. പക്ഷെ നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ അതുപോലത്തെ ഒരുപാട് ബോട്ട് ജെട്ടികളുണ്ട്. ചെറിയ ചെറിയ ജെട്ടി എന്നാണ് പറയുക, എന്താണെന്ന് പറയുന്നവർ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഈ ബോട്ടിലേക്ക് കയറാനുള്ള വേ ആണ്. ഇവിടുന്നും നടന്ന് നമുക്ക് കയറി പോകാനുള്ളതാണ്. ഇവിടുത്തെ കായലെന്ന് അടിപൊളിയാണ്, നല്ല സെറ്റ് സ്ഥലമാണ്. സൺസെറ്റൊക്കെ പൊളിയാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ഏകദേശം രാവിലെ ഉച്ചക്കൊന്നും പോകണ്ട, ഏകദേശം ഈവനിങ് രാവിലെയാണ് നേരത്തെ പോവുക. മറ്റേ ഈവനിങ് പോയി കുറച്ചും കൂടി ഒരു 4 മണി ആ സമയം. ഞാൻ 4 മണിക്കാണ് പോയത്. 4-4:30 ആകുമ്പോൾ ഏകദേശം നല്ല ആംബിയൻസ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാം. പിന്നെ ഇത് ലാസ്റ്റിലേക്ക് വരുന്നൊരു കടവാണ്. അവിടെ കുറച്ച് ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അവിടെ കുറച്ച് നേരം ഇരിക്കുക കേട്ടോ. അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല വ്യൂസൊക്കെ ഉണ്ട്, അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോയാൽ 2-3 ബോട്ടിൻ്റെ സർവീസ് നടത്തുന്ന സ്ഥലം കൂടി ഇട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇവിടെ സൺസെറ്റിന് ഏകദേശം സമയമായിട്ടുണ്ട്. മേഘം നിൽക്കുന്നുണ്ട്. സണ്ണിൻ്റെ പുറത്തേക്ക് വിടുമോ ഇല്ലയെന്ന് അറിയില്ല. ഏകദേശം അങ്ങനെ സെറ്റപ്പിലാണ് അവർ നിൽക്കുന്നത്. കായൽ അത്യാവശ്യം നല്ല ലോങ് വൈഡാണ്, അത്യാവശ്യം നല്ല റേഞ്ചിൽ തന്നെ കാണാം. ഇത് നേരെ ഓപ്പോസിറ്റ് കായലിലേക്ക് വെള്ളം വരുന്നത് ചെറിയൊരു എന്താ പറയുക, കായലിൻ്റെ ഒരു ചെറിയ സൈഡാണ് കാണിക്കുന്നത്. അവിടെയും ഇറങ്ങാം കേട്ടോ. അവിടെ കുളിക്കാൻ കല്ലൊക്കെ ഇട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട്, അവിടെ ഇറങ്ങി കുളിക്കുക. പിന്നെ വൈഫിനോട് 2 വിടലൊക്കെ ഇട്ടിട്ട് ഞാൻ ഒന്ന് കത്തി അടിച്ചിട്ടതാണ്, നോക്കണ്ട. പിന്നെ മക്കളൊക്കെ അവിടെ അതിൻ്റെ ഇല കയറി കളിക്കുന്നുണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് അതുപോലെ തന്നെ നടക്കാനുള്ള വഴിയുണ്ട്. കുറച്ചും കൂടി മുന്നേ ഒരു ബോട്ടിങ്ങിൻ്റെ സ്ഥലം കൂടി ഉണ്ട്. അവിടെ നല്ല ഈ ബോട്ട് പണി നടന്നുകൊണ്ട് നിൽക്കുക, ഒരു റിപ്പയർ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് കഴിഞ്ഞാൽ ഒരു ബോട്ടും കൂടി ഉണ്ട്, അത് കാണിച്ചു തരാം. ആ ബോട്ട് അടിപൊളി ബോട്ടാണ്, ഡിലക്സ് ബോട്ട് റേഞ്ചുള്ള ബോട്ടാണ്. അതായത് കണ്ടല്ലോ, ഇത് അടിപൊളി സെറ്റപ്പ് ബോട്ടാണ്. പക്ഷേ ഇതിലേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇവർ. നല്ല സെറ്റപ്പായിട്ടുള്ള ബോട്ടാണത്.
പിന്നെ അവിടെ നിന്നും നല്ല ആംബിയൻസ്. പിന്നെ അവിടെ നമ്മളെ ഒരു ചാക്കോണ്ടൊക്കെ എന്തോ കെട്ടിക്കണം, കണ്ടല്ലോ അത്. ഇതെന്താ കൃഷി ചെയ്യണം, എന്ത് കൃഷിയായി അറിയുന്നവർ കമൻറ്റ് ചെയ്തോളി. എനിക്ക് ഈ ഐഡിയ ഇല്ല, മീനാണോ ഇനി കടുക്കാണോ എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതും കണ്ടും കൊണ്ട് നേരെ പോന്ന്. അവിടെയും ചെറിയ സ്നാക്സിൻ്റെ ഒക്കെ ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ നേരെ നോക്കി സൂര്യൻ അടിപൊളിയാണ്. ഇതാ ഈ കണ്ടോ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇവിടെ ഉണ്ട്. ഇവർ എരുന്ത് പെറുക്കുക. വേലിയിറക്ക സമയം തോന്നുന്നു. ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള എരുന്ത് കിട്ടുന്നുണ്ട്. പക്ഷെ ആദ്യം ആരാണ് ഞാൻ കള്ളിത്തുണിയായിട്ട് പോയേന്. എരുന്തൊക്കെ പെറുക്കി ലാഭമുണ്ട്. ആ മോളൊന്ന് പെറുക്കിക്കൊണ്ട് നിൽക്കണ്. ഒറ്റ ഒന്നിനെ കിട്ടി. അതൊന്ന് കാണിച്ചു തരാൻ ചെറ്റാട്ടോ. നിന്നെ എല്ലാം എയറിലാക്കണ്ട. അവർ മീൻ പിടിക്കാനുള്ള സെറ്റപ്പിൽ ഇവരിറങ്ങിയത്. അവരുടെ നാട്ടുകാർ തന്നെയാണ്. ഒരു മീൻ പിടിക്കാനുള്ള സെറ്റപ്പിൽ ഇറങ്ങി. ലാസ്റ്റ് ആ ചേച്ചീൻ്റെ വീടിൽ അവസാനം ഞങ്ങൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ അവിടുന്ന് ഒരു ചായയും പരിപ്പടിയൊക്കെ കഴിച്ച് ചേച്ചീനോട് 2 കഥയൊക്കെ ഇട്ട് നൈസായിട്ട് അവിടുന്ന് പോരാനുള്ളവരുടെ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ. ഞങ്ങൾ പോയി വരാം.